Hi dear friends, welcome to rainvlogs. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാംസങ് ഗാലക്സി ടാബ് S7+ന്റെ യൂസർ റിവ്യൂ ആയിരുന്നു. ഒരു ടെക്നിക്കൽ വ്ലോഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ എൻ്റർടൈനിങ് ആയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. കാരണം സംശയം തോന്നും. കാരണം നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ബിൽഡപ്പ് വ്ലോഗ് ആയിരുന്നു. അതെ, അതിൽ കുറച്ച് സർപ്രൈസ് എലമെൻ്റ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞൊരു ബിൽഡപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതെന്തോ ഒരു വലിയ സംഭവം ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞതല്ല. നമ്മളിപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു വ്ലോഗാണല്ലോ നമ്മുടെ. ടെക് ഉണ്ട്, ട്രാവൽ ഉണ്ട്, എല്ലാം കൂടെ. അപ്പോൾ ഫസ്റ്റ് കാര്യം ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ള ഒരു കാര്യം മാത്രം കൗതുകമായിട്ട് വെച്ചു. അതെ, നമ്മൾ റിവീൽ ചെയ്തില്ല, അത്രയും നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അതെ, അത്രയും മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒത്തിരി പ്രതീക്ഷിച്ചു, പക്ഷേ പ്രതീക്ഷിച്ചവർക്ക് ഒരു ട്വിസ്റ്റ് ആയിരുന്നു. അതെ, അവർക്ക് സർപ്രൈസ് ആയി, അവർക്ക് എല്ലാവർക്കും വലിയ സർപ്രൈസ് ആയില്ല. അപ്പോൾ അതാണ്. അപ്പം എന്തായാലും മുന്നോട്ടുള്ള വ്ളോഗുകളെല്ലാം നല്ല നല്ല കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഫ്രഷ് ടോപ്പിക്സ് എന്തെങ്കിലും പുതുമയാർന്ന എന്തെങ്കിലും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് അടുത്തടുത്ത വീഡിയോസ് നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. അതെ, പുതുമയാർന്ന അല്ലേ? പുതുമയാർന്ന എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യും, ഇന്നത്തെ വ്ളോഗ് ഇവർക്ക് വിട്ടുകൊടുത്തേക്കാം. നീ ചെയ്തോളൂ ഇന്നത്തെ വ്ളോഗ്. പുതുമയാർന്ന എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? നീ പറ. പുതുമയാർന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. നീ ഒറ്റയ്ക്ക് ചെയ്തോളൂ. ഈ വ്ളോഗ് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. നീ ഇത് ഒറ്റയ്ക്ക് ചെയ്തോ. ഇന്നത്തെ വ്ളോഗ് നീ ഒറ്റയ്ക്ക് ചെയ്തോ. ഞാൻ ഒറ്റയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുക്കിംഗ് വ്ളോഗ്സ്, ക്രാഫ്റ്റ് വ്ളോഗ്സ്. ക്രാഫ്റ്റ്സ് അത് പൊളിക്കും. അത് പിന്നെ ഫ്രഷ് ആണല്ലോ ക്രാഫ്റ്റ്സിനെ പറ്റിയിട്ട് വലിയ പിടുത്തമില്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പം ക്രാഫ്റ്റ്സ് നീ ഇന്ന് ക്രാഫ്റ്റ്സ് ചെയ്തോളൂ. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് വർക്ക്. ഇതൊരു വോൾ ആർട്ടായിട്ടോ ഫോട്ടോ ഫ്രെയിം ആയിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇതൊരു ഫോട്ടോ ഫ്രെയിം കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം ഞാനൊരു ടിപ്പ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്.
ഇതൊരു പ്ലാസ്റ്റിക് ബാഗ് സീലിംഗ് ക്ലിപ്പാണ്. നമുക്ക് കിച്ചണിൽ എപ്പോഴും എംപ്റ്റി ഫുഡ് കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫുഡ് പാക്കറ്റ്സ് എയർ ടൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഇത് ഒരു ഏകദേശം ഒരു 100 rupees റേഞ്ചിൽ നമുക്കിത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നമുക്കിത് ലഭ്യമാണ്. ഇതിൻ്റെ പല സൈസ് വേരിയൻസിൽ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിന് മുമ്പ് ഈ സെയിം ഫോട്ടോ ഫ്രെയിമായിട്ട് തന്നെ ഞാൻ 3-4 വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഗിഫ്റ്റ് അവർക്ക് കിട്ടിയപ്പോഴത്തേക്കും അവരത് കണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു അവിടെ നിന്നൊക്കെ കിട്ടിയത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ലാസ്റ്റ് വീക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ ഫോട്ടോസ് കാണാനിടയായി. അപ്പം ആ ചേട്ടനോ ഇങ്ങനെ പറഞ്ഞു, ഒന്ന് ഉണ്ടാക്കി തരുമോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങളോടും ഷെയർ ചെയ്തുകൂടാ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഇത് ആ ചേട്ടന് ഗിഫ്റ്റ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. നിങ്ങളിലോട്ട് ഞാൻ ഇത് ഷെയർ ചെയ്തു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കതിൻ്റെ പിക്ചേഴ്സ് എനിക്ക് അയച്ചും തരണം. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇംപ്രൂവ്മെൻറ്റ്സും തെറ്റുകുറ്റങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുകയും വേണം. തുടർന്നുള്ള വീഡിയോസ് ഞങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആക്കണം നിങ്ങളുടെ സഹായത്തോടു കൂടി. അപ്പം മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.